മലപ്പുറം ജില്ലയിലെ വളരെ വ്യത്യസ്തമായി എപ്പോഴും ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി പെരിന്തൽമണ്ണ ഭാഗമൊക്കെ. പെരിന്തൽമണ്ണ ഭാഗത്ത് ശശികുമാർ ജയിച്ചിട്ടുണ്ട്. EMSൻ്റെ എലഞ്ഞിമനിക്കൽ മനയൊക്കെ ഉള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ എലഞ്ഞിമനിക്കൽ മന ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഇപ്പോൾ ഹിന്ദുക്കളല്ല ഭൂരിപക്ഷം, മുസ്ലിങ്ങളാണ്. പക്ഷേ എങ്കിലും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. 1960 മുതൽ തന്നെ പരിശോധിച്ചാൽ അവിടെ ഈ പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു കഥ വളരെ രസകരമാണ്. ഈ പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ് പി രാമകൃഷ്ണൻ, ഇപ്പോഴത്തെ നോർക്കയുടെ ചെയർമാനായിട്ടുള്ള പി രാമകൃഷ്ണൻ 2 പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ചു. പിന്നെ അതുപോലെ തന്നെ TV ചന്ദ്രമോഹൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. 2001 TV ചന്ദ്രമോഹൻ ജയിച്ചിട്ടുണ്ട്. ഹിന്ദു നാമധാരികളായിട്ടുള്ള ഒത്തിരി പേര് ജയിച്ചിട്ടുണ്ട്. KP രാമൻ 1965 KP രാമനാണ് ജയിച്ചത്. അത് IUML ആയിരുന്നു. 67 വീണ്ടും രാമൻ. ഇമ്പിച്ച് ബാവ, വളരെ കേരളത്തിലെ മന്ത്രിയൊക്കെ ആയിരുന്നു ഇമ്പിച്ച് ബാവ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സിഗരറ്റ് കവറിൽ ആളുകളോട് സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ടിരാൻ പറയും. എന്നിട്ട് ആ സിഗരറ്റ് കവറിൽ ഇവനെ അപ്പോയിൻറ്റ് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് ജോലി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത് അങ്ങനെ KSRTCയിലൊക്കെ ഒരുപാട് പേര് ജോലിക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന പഴയ കഥയാണ്. അപ്പോൾ ഇമ്പിച്ച് ബാവ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. 77 ഇമ്പിച്ച് ബാവ ജയിച്ചു. അതുപോലെ തന്നെ പിന്നെ തുടർന്ന് പല ഘട്ടങ്ങളിലും 80, 82, 87, 91 കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. 21 ജയിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് P നന്ദകുമാറാണ് അവിടെ ജയിച്ചത്. അപ്പോൾ പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു 10-70% മുസ്ലിംസാണ്, 30% ഹിന്ദുക്കളുള്ളൂ. പിന്നെ എന്നാലും അവിടെ എപ്പോഴും മുസ്ലിങ്ങൾ ധാരാളമായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ IUMLൻ്റെ ആരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി എന്നറിയത്തില്ല. എന്തായാലും സ്വരാജിനെ നിയമസഭയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. സ്വരാജ് പൊന്നാനിയിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ മത്സരിച്ച് നേരത്തെ അദ്ദേഹം തൃപ്പൂണിത്തറയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. കെ ബാബുവിനോട് പരാജയപ്പെട്ടു. വലിയ വോട്ടിൻ്റെ മാർജിനിലാണ് പരാജയപ്പെട്ടത്. കെ ബാബു ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്, പക്ഷേ അപ്പോഴും അവിടെ മത്സരിക്കാനൊരു ധൈര്യം നമ്മുടെ സ്വരാജിന് പോരാ. അത് കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി ഇപ്രാവശ്യം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെയും PV അൻവറിനെതിരെയും മത്സരിപ്പിച്ചു. കെ മീര അടക്കം, നമ്മുടെ സാഹിത്യകാരി കെ മീര അടക്കം ഇറങ്ങി പണിഞ്ഞിട്ടും ഒരു രക്ഷയും കിട്ടിയില്ല. അയാൾ തോറ്റുപോയി. വലിയ തോതിലാണ് തോറ്റത്. അതിനുശേഷം സ്വരാജ് ഈ ജയിക്കിൻ്റെ മോഡലാണ്. ചെറിയാൻ ഫിലിപ്പ്, ജയിക്ക്, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് കേരളത്തിൽ. ഏത് പാർട്ടി എടുത്താലും അവർ തോക്കാൻ വേണ്ടിയുള്ള ജന്മങ്ങളാണ്. അങ്ങനെ തോൽക്കുന്ന ജന്മത്തിൽപ്പെട്ട ഒരാളാണ് ഈ സ്വരാജ്. പക്ഷേ പൊന്നാനി തോൽക്കുന്നൊരു മണ്ഡലമല്ല. CPMന് ഹിന്ദുക്കൾ നിന്നാൽ പോലും, മുസ്ലിങ്ങളുടെ ഒരു ഏരിയ ആണെങ്കിൽ പോലും അവിടെ ഹിന്ദുക്കൾ നിന്നാൽ പോലും പലപ്പോഴും അവിടെ ജയിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നന്ദകുമാർ ജയിച്ചിട്ടുണ്ട്. നന്ദകുമാറാണ് ഇപ്പോഴത്തെ MLA. മുമ്പ് MLA ശ്രീരാമകൃഷ്ണൻ അവിടെ MLA ആയിരുന്നു 2 പ്രാവശ്യം. അതുപോലെ തന്നെ അവിടെ ആ മണ്ഡലത്തിൽ എം സ്വരാജ് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്രാവശ്യം നിയമസഭയിൽ എം സ്വരാജ് വേണം എന്നുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലാകെ UDFും ലീഗും വലിയ തേരോട്ടം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ വലിയ കുത്തൊഴുക്കിൽ സ്വരാജ് രക്ഷപ്പെടുമോ? കാരണം 2 പ്രാവശ്യം തോറ്റ് നിൽക്കുന്ന ഒരു ഇമേജുള്ള ആളെന്നുള്ള നിലയിൽ പൊന്നാനിയിൽ സ്വരാജ് രക്ഷപ്പെടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഈ പറഞ്ഞ 2-3 ആൻറ്റി ഇൻകംബൻസ്, ഭരണത്തിൻ്റെ ആൻറ്റി ഇൻകംബൻസ് വരുന്നു. ശബരിമല വിഷയം, ശബരിമല കൊള്ള, അത് വലിയൊരു പ്രശ്നമായി കിടക്കുന്നു ജനങ്ങളുടെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് ആഗോള സംഘം, അയ്യപ്പ സംഘം നടത്തി, അത് പ്രശ്നമായി കിടക്കുന്നു. ഇപ്പോഴിതാ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി വനിതാ സാന്നിധ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള കേസ് സുപ്രീം കോടതി വരുന്നു. മാർച്ച് മാസം 14-നകം അതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കണം. അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് ഗവൺമെൻറ്. അത് ശബരിമലയെ കയറ്റണം, ആളുകളെ കയറ്റണം എന്നുള്ള നിശ്ചയത്തിൽ നിൽക്കുന്ന ആളാണ് എം സ്വരാജ്. ആളുകളെ കയറ്റണമെന്ന് മാത്രമല്ല, ശബരിമല മാളികപ്പുറത്തമ്മയ്ക്ക് ഏതാണ്ട് എന്തോ ദുഃഖം വന്നപ്പോൾ അതിൻ്റെ എന്താണ് അവിടെ സങ്കടമൊക്കെ വന്നപ്പോൾ, അയ്യപ്പന് സങ്കടമൊക്കെ വന്നപ്പോഴാണ് പ്രളയം വന്നതെന്നും, പ്രളയം വന്നപ്പോൾ പലതും ഒലിച്ചു പോയെന്നും, അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ കന്യകയായ യാതൊരു സംസ്കാരവും വിവരവും വിജ്ഞാനവും ആത്മീയ കാര്യവും ദൈവത്തിൻ്റെ കാര്യവും ശബരിമല കാര്യവും ഒന്നും അറിഞ്ഞുകൂടാതെ ബ്ലണ്ടർ അടിയാണ് അടിക്കുന്നത് സ്വരാജ്. അങ്ങനെയാണെങ്കിൽ ഇനി മാളികപ്പുറത്ത് അമ്മയെ
അയ്യപ്പന് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന വളരെ മ്ലേച്ഛമായ സംഭാഷണമൊക്കെ നടത്തിയിട്ടുള്ള സ്വരാജാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അത് വേറെ കഥ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശബരിമല വിഷയത്തിൽ എന്ത് സ്റ്റാൻഡ് എടുക്കും? അവരിപ്പോൾ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിൽ വല്ലാത്ത രൂപത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ CPM-നെയും പിന്നെ മുന്നണിയെയും ഈ ശബരിമല വിഷയം കയറി ഒരു ശനിബാധ പോലെ പിടിച്ചിരിക്കുന്നത്. എത്ര വികസന പ്രവർത്തനം നടത്തുമ്പോഴും അതിൻ്റെ മുകളിൽ കയറി വിശ്വാസം നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വരാജ് വലിയ തോതിലാണ് ശബരിമല അയ്യപ്പനെ അധിക്ഷേപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അധിക്ഷേപിച്ചിട്ടുള്ള സ്വരാജിന് ഈ ശബരിമല സീസൺ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന, അല്ലെ ശബരിമലയുടെ വിഷയങ്ങൾ ഇത്രയും കുഴഞ്ഞു കിടക്കുന്ന സമയത്ത് പൊന്നാനി പോൽ മത്സരിച്ചാൽ അതെല്ലാം ബൂമാറാങ് പോലെ തിരിച്ചടിക്കുമോ? അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോകളും പഴയ സോഷ്യൽ മീഡിയ പിന്നെ പ്രസ്താവനകളും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം കുത്തിപ്പൊക്കി ആളുകൾ അവിടെ കൊണ്ടുവന്ന് ഒരു ഹിന്ദു വിരുദ്ധനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മതവിരുദ്ധനല്ല, വിശ്വാസവിരുദ്ധനാണ് ബേസിക്കലി. പക്ഷെ എന്നാലും വിശ്വാസത്തെ വല്ലാതെ കുറ്റം പറയുന്ന ആളാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്താൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളിലുള്ള വിശ്വാസികളുടെ വോട്ടും കൂടി നഷ്ടപ്പെടുത്തി പൊന്നാനിയിൽ സ്വരാജിനെ അടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് UDF നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ സ്വരാജിൻ്റെ പേരാണ് പൊന്നാനി മണ്ഡലത്തിലേക്ക് കേൾക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ 67 മുതൽ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ IUML-ഉം CPM-ഉം മാറി അവിടെ ജയിച്ചിട്ടുണ്ട്. ആ മാറി ജയിച്ചതിൽ CPM-ആണ് ഏറ്റവും കൂടുതൽ തവണ അവിടെ ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ 2 പ്രാവശ്യം ജയിച്ചു, നന്ദകുമാർ 1 പ്രാവശ്യം ജയിച്ചു, പിന്നെ നേരത്തെ ഇമ്പിച്ച് ബാബു ജയിച്ചു. ഒത്തിരി പൊന്നാനി എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഒരു കോട്ടയാണ്. പ്രത്യേകിച്ച് അവിടെ പഴയ ഞാനീ പറഞ്ഞല്ലോ EMS-ൻ്റെയൊക്കെ ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ആ പഞ്ചായത്തും ആ പ്രദേശങ്ങളെല്ലാം നമ്മുടെ പെരിന്തൽമണ്ണ, പൊന്നാനി എന്ന് പറയുന്ന ഒരു ബെൽറ്റ്, അതേസമയം തവന്നൂർ, താനൂർ എന്നൊക്കെ പറയുന്ന ബെൽറ്റ് വേറെയാണ്. അത് പിന്നെ മുസ്ലിം ലീഗിന് വലിയ സാധ്യതയുള്ള ബെൽറ്റാണ്. ഇപ്പുറത്ത് അങ്ങനെയല്ല. ഈ ബെൽറ്റിൽ ആരാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ തോതിലാണ് മത്സരം നടക്കാൻ സാധ്യതയുള്ളത്. പൊന്നാനിയിൽ സ്വരാജാണ് മത്സരിക്കുന്നതെങ്കിൽ പകരം IUML-കാരുടെ സീറ്റാണത്, മുസ്ലിം ലീഗുകാരുടെ സീറ്റാണ്. അവരാരെയാണ് നിർത്തുക എന്നറിയത്തില്ല. നല്ല കാൻഡിഡേറ്റിനെ നിർത്തി ക്യാമ്പയിൻ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് വിജയിക്കുവാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ്. ഞാനീ പറഞ്ഞ ആൻറ്റി ഇൻകംബൻസെല്ലാം കിടക്കുമ്പോൾ, പക്ഷേ അതെല്ലാം ഉള്ളപ്പോഴും പലപ്പോഴും അവിടെ പൊന്നാനിയിൽ CPM-ആണ് ജയിച്ചിട്ടുള്ളത്. അവിടെ തോൽക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ സ്വരാജ് എന്ന ആളിൻ്റെ വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് കൂടെ ആയിരിക്കും. അദ്ദേഹത്തിന് കേരള സമൂഹത്തിൽ ഒരു പാർലമെൻ്ററി രംഗത്തുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ തോറ്റുപോകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ CPM-ൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം സ്വരാജിലൂടെ നഷ്ടമാകാനും സാധ്യതയുണ്ട്.